ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സായു. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണം. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് കിടക്കാം ഗായ്സ്. ഞാൻ യൂസ് ചെയ്യുന്ന സിറം വന്നിട്ട് ഡോക്ടർ അഷീലിൻ്റെയാണ്. എനിക്ക് നല്ല റിസൾട്ടുള്ള സിറം കേട്ടോ. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 6 to 7 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ സിറം. നല്ല സിറമായിരുന്നു. നമ്മളെ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അത് നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തും മുഖവും രണ്ട് കളറാവാൻ ചാൻസ് ഉണ്ട്. ഇതെന്നെ മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും നന്നായിട്ട് അപ്ലൈ ചെയ്തു. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ഗെറ്റ് റെഡി വിത്ത് മീൽ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും സ്കിൻ കെയർ മാത്രം ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു, അതേപോലെ നമ്മുടെ ഐബ്രോ ഒന്ന് വരച്ചു കൊടുത്തു ആൻഡ് കണ്ണെഴുതി. അതല്ലാതെ ഞാൻ വേറെ BB ക്രീമോ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഡെയിലി BB ക്രീം ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഓൺലി എനിക്ക് തോന്നുന്നു മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ നമ്മൾ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് അതേപോലെ കണ്ണെഴുത ഐബ്രോ, അതല്ലാതെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്കങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. നമ്മളെന്നെ ഫങ്ഷൻസിനും കാര്യങ്ങളിലും പോകുമ്പോൾ മാത്രമേ BB ക്രീം ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ദെൻ ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐബ്രോ ഞാൻ വരച്ചു, പക്ഷെ എനിക്ക് ക്യാമറ നോക്കി വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ കണ്ണാടി പോയിട്ട് വരച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, നോക്കി എനിക്ക് വരയ്ക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നമ്മുടെ കണ്ണാടി പോയി നോക്കി വരച്ചു. ഐബ്രോ ഒക്കെ നല്ല രീതിയിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐബ്രോ വരയ്ക്കുന്നൊരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടു നമുക്കെടുക്കാം. ഓക്കെ, കാര്യം കുറേ പേർക്ക് ഡൗട്ടുണ്ട് എങ്ങനെ വരച്ചാലാണ് വരച്ചതാണെന്ന് മനസ്സിലാവാതിരിക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ഐബ്രോ വരയ്ക്കുന്ന വീഡിയോ നെക്സ്റ്റ് ഇടാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ക്രയോണിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ വേറെ 2-3 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ടോട്ടൽ. അതിൽ ഒരെണ്ണം ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ മുഖത്തിന് വാഷ് ഔട്ടായ രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ആൻഡ് ഈ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് ഞാൻ ഇടാറില്ല, ഇതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഞാൻ മിക്സ് ചെയ്തിട്ട് ഇടാറാണ് പതിവ്. സോ ഇതൊക്കെ എൻ്റെ പ്രകടനങ്ങളാണ് ഗൈസ്. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു വന്ന് ഞാൻ ഷുഗറിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്തത്. അത് മാത്രമല്ല ഞാൻ വേറെ 2 കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏതൊക്കെയാണൊക്കെ ഞാൻ കാണിച്ചു തരാം. വഴിയെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ആൻഡ് ഇത് വന്നിട്ട് ലിപ്സ്റ്റിക്കാണ് ഞാൻ മിക്സ് ചെയ്തിടാൻ വേണ്ടി ഉദ്ദേശിച്ച സാധനം. അപ്പം ഞാൻ ഒരെണ്ണം ഇട്ട് പിന്നെ ഒന്ന് സെറ്റാവാനൊരു ടൈം ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഇടാറ്. അല്ലാതെ ഞാൻ മിക്സ് ചെയ്യാറ് അങ്ങനെ കുറവാണ്, മിക്സ് ചെയ്തിടാറ് കുറവാണ്. ഇങ്ങനെ ഇടാറാണ് പതിവ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഞാൻ ലിപ് ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ തന്നെ ലിപ് ഗ്ലോസാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിങ്ങനെ ചുമ്മാ ഇട്ടാലും ലിപ്പ് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വേറെ 2 മസ്കാര. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ട് ലോങ് ആയിട്ട് ലാഷസ് തോന്നുമായിരുന്നു ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പം സാധനം തീർന്നു. പക്ഷെ എന്നാലും അതുകൊണ്ടൊന്ന് വരയ്ക്കണം, എന്നാലും എനിക്കൊരു തൃപ്തി വരാറുള്ളൂ. സോ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഫേസൊക്കെ ഞാൻ സെറ്റാക്കി കഴിഞ്ഞ് ഇത്രയുള്ളൂ. ഞാൻ സ്കിൻ കെയർ മാത്രമേ സാധാരണ ഞാനൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ളൂ. ഫങ്ഷൻസിന് പോകുമ്പോൾ മാത്രമേ ഞാൻ BB ക്രീമും ഫൗണ്ടേഷനും ഒക്കെ യൂസ് ചെയ്യുള്ളൂ. ആൻഡ് കുറേ കമ്മലുണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ ഏതെണ്ണം ഡൗട്ട് അടിച്ചിരിക്കുമ്പം എൻ്റെ ഡ്രസ്സിന് മാച്ചായൊരു കമ്മലിട്ടി. സോ ഞാൻ അത് എടുത്തിട്ട് റിങ്ങായിരുന്നു എടുത്തു. അപ്പം എൻ്റെ മുടിയൊക്കെ ഒന്ന് ചെറുതായി കുടുങ്ങി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മളെന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ഇടും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സിറം വന്നിട്ട് ഒന്ന് സ്ട്രീക്സിൻ്റെ ഹെയർ സിറാണ്, അല്ലെങ്കിൽ ഞാൻ ക്രോണിൻ്റെ ഹെയർ സിറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് സ്ട്രീക്സിൻ്റെ ഹെയർ സിറം വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പം നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് സ്ട്രീക്സിൻ്റെ. പക്ഷേ എനിക്ക് കുറച്ച് സ്ട്രീക്സും ക്രോണും അടിപൊളിയാണ്. പക്ഷേ ഒരു
ഇച്ചിരി കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം വന്നിട്ട് ക്രോണാണ് കേട്ടോ. അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ സ്ട്രീക്സിൻ്റെ ഹെയർ സിറൊക്കെ ഇട്ട് ഞാൻ സിറ ഇടുന്ന രീതി കണ്ടിട്ട് ആരും ചിരിക്കരുത്. എനിക്കിങ്ങനെ ഇടാനാണ് ഇഷ്ടം. സോ ഞാൻ അങ്ങനെ ഇടും. എനിക്ക് ഓവറായിട്ട് പറന്ന് നിൽക്കുന്ന സ്ഥലത്തും ഹെയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ രീതി ഇങ്ങനെയാണ്. സോ ഞാൻ ഇങ്ങനെ ഇട്ടു. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക് ഗായ്സ്. അപ്പം ഞാൻ പോയിട്ട് തുള്ളലൊക്കെ പഠിച്ചിട്ട് വരാം. ഞാൻ ഓട്ടം തുള്ളലിൻ്റെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഉച്ചകഴിഞ്ഞ് എനിക്ക് എൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ട്. ഓട്ടം തുള്ളൽ പഠിപ്പിക്കുന്നത് പുന്നശ്ശേരി പ്രഭാകരൻ സാറാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഞാൻ വരാം. സീ യു സൂൺ. ബൈ ബൈ.